എന്തൊക്കെ സാധനങ്ങൾ എടുത്തു വെച്ചു നമുക്ക് ഇങ്ങനെ നോക്കാം. ഇതിന്റെ അൺബോക്സിങ് എന്തായാലും ഉണ്ടാവില്ല. 6,168. അതായത് എന്നിട്ട് ഈ കുട്ടി എന്തോ ഒരു വ്ളോഗ് കണ്ടിട്ട് അവിടുന്ന് എന്തോ സാധനം വേണമെന്ന് പറഞ്ഞിട്ട് വന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്കതൊന്നും മേടിച്ചു കൊടുക്കാനുള്ള അവരെ പോലെ റിച്ചും അല്ല. നമ്മൾ റിച്ച് ആണെങ്കിൽ തന്നെ നമ്മളത് മേടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുമില്ല. ഞാനിവിടെ സൈഡിൽ ഒരു യൂട്യൂബ് ചാനൽ കാണിക്കാം. ടിയ അദ്വിക് ചാത്തംകുളം നിമിഷ രാജീവ് വ്ളോഗ്സ് എന്നാണ് ഈ ഒരു ചാനലിൻ്റെ പേര്. ഏകദേശം 4.65 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ഈ ചാനലിലുള്ളത്. എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം ഭയങ്കര രീതിയിലുള്ള ഓഡിയൻസ് ഉണ്ട് ഇല്ലേ. ഇത്രയും വലിയൊരു യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വ്യൂവർഷിപ്പ് എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇതിനകത്ത് ബേസിക്കലി ഇവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പിള്ളേരെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഓരോ ഷോപ്പിങ്ങും കാര്യങ്ങളും പിന്നെ അവരുടെ ഡേ ഇൻ മൈ ലൈഫും അങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള വ്ളോഗ്സാണ് കൂടുതൽ കാണുന്നത്. പിള്ളേരാണ് ഇവരുടെ വീഡിയോസ് കാണുന്നത്. ഇപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു ഷോപ്പിംഗ് രീതിയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. അതായത് ഇവരൊരു സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അമിതമായിട്ടുള്ള സാധനങ്ങൾ, അതായത് ഒരു ചോക്ലേറ്റ് എടുക്കുന്നതിന് പകരം 10 ചോക്ലേറ്റ് എടുക്കുക, സ്നാക്സുകൾ ഒരുപാട് വാങ്ങിക്കുക. അപ്പം ഇതൊക്കെ സാധാരണപ്പെട്ട ആൾക്കാർ, പ്രത്യേകിച്ച് കൊച്ചു പിള്ളേരൊക്കെ ഇവരുടെ വീഡിയോ കാണുന്ന സമയത്ത് അവരൊക്കെ അവരുടെ അമ്മയടുത്തും അച്ഛൻ്റെ അടുത്തും അയ്യോ ദാണ്ട ടിയ ചേച്ചിയുടെ വീഡിയോ കണ്ടില്ലേ, ടിയ കാണിക്കുന്ന കണ്ടില്ലേ, അപ്പം ഞങ്ങൾക്കും ഇത്രയും ചോക്ലേറ്റ് ഒക്കെ വാങ്ങി തന്നൂടെ, അവരിങ്ങനെ ജീവിക്കുന്ന കണ്ടില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സ്വന്തം അച്ഛൻ്റെ അടുത്തും അമ്മയടുത്തും ഈ കുട്ടികൾ ചോദിക്കും. അതായത് ഇവരുടെ വീഡിയോസ് മെജോറിറ്റി കാണുന്നത് പിള്ളേരാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പം എല്ലാവരും ഇവരെ പോലെ ജീവിക്കണമെന്നില്ല. പലരും പല സാഹചര്യത്തിൽ നിന്നാണ് വരുന്നത് അല്ലേ. കുറെ പൈസയുള്ള വീട്ടിലുള്ള ആൾക്കാർ കാണും, കുറെ പൈസ ഇല്ലാത്ത ആൾക്കാർ കാണും. അപ്പൊ ഈ സാധാരണപ്പെട്ട കുടുംബത്തിലെ ഈ കുട്ടികളൊക്കെ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പം അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ഈ ആവശ്യങ്ങൾ പറയുമ്പം പെട്ടെന്ന് അവർക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ എന്തായാലും നമുക്ക് അവരുടെ വീഡിയോ ഒന്ന് കാണാം, എന്നിട്ട് സംസാരിക്കാം. പർച്ചേസ് ചെയ്യാൻ പോകുന്നത് എന്നും നമ്മുടെ എജുമാർട്ടിൽ ബാഗ്സ് തന്നെയാണ് പർച്ചേസ് ചെയ്യുക. ടീക്കുട്ടിക്ക് എവിടെ പർച്ചേസ് ചെയ്താലും അത് ശരിയാവില്ല. ബിക്കോസ് എജുമാർട്ടിൽ പർച്ചേസ് ചെയ്താൽ മാത്രമേ ടീക്കുട്ടിക്ക് ബാഗ് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ അല്ലേ ടിയ? ഓക്കെ ഫൈൻ. അദ്വിക്കിന് ബാഗ് ഓൾറെഡി നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ടീക്കുട്ടിയുടെ കുറേ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അത് മാത്രമല്ല കുറെ ഓഫേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഇവരുടെ വീഡിയോസിനകത്ത് ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. മേ ബി ചില കാര്യങ്ങൾ ഇവർ ഓവറായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ അത് പ്രൊമോഷന്റെ ഭാഗമായിരിക്കും. കാര്യം ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ഒരു ചാനലാണ്. അപ്പം ഈ പറയുന്ന എന്തെങ്കിലും ബ്രാൻഡിന്റെ ഒക്കെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം എക്സാമ്പിൾ നമുക്ക് ഒരു ഡ്രസ്സിന്റെ എടുക്കാം അല്ലെങ്കിൽ ബാഗിന്റെ എടുക്കാം. അപ്പൊ അതെല്ലാം ഇവർ മേ ബി കൂടുതലായിട്ട് അത് എടുത്ത് വെച്ച് കാണിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ പ്രൊമോഷന്റെ ഒരു പാർട്ടാണ്. അതിനൊന്നും ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ബിക്കോസ് അവർക്ക് അതിനകത്തുനിന്ന് പൈസ കിട്ടുന്നതാണ്. സ്വാഭാവികമായിട്ടും ഒരു ഇൻഫ്ലുവൻസേഴ്സും ഈ പറയുന്ന രീതിയിൽ ഈ പ്രൊമോഷൻസ് ഒന്നും കളയത്തില്ല. അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറെ പേരൻസിനാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നത്. ഇപ്പം പേരൻസിന്റെ വോയിസ് ഇവിടെ ഉണ്ട്, ഞാനിവിടെ വെക്കാം, നിലവാക്കിയുടെ കാണാം. സമൻ വിത്ത് ഇൻട്രസ്റ്റിംഗ് നെയിം ട്ടോ. ഇത് കുഞ്ഞു നമ്മുടെ കുട്ടി സബ്സ്ക്രൈബർ ആണ്. എനിക്ക് തോന്നുന്നു ഒരു 2 ഇയേഴ്സോളം നമ്മളെ കാണാൻ കൊതിച്ചു നിന്നൊരു കുഞ്ഞുവാവയാട്ടോ. അത് എത്രയല്ലേ പഠിക്കുന്നേ? ഗ്രേറ്റ്. ഒരു ഷേക്കൻഡ് കൊടുക്കട്ടെയ. ടീക്കുട്ടിക്ക് ഒരു കുട്ടി ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. വർക്ക് ഒരു മിനിറ്റ് ഫാൻ എടുത്തിട്ട് ഗൈസ് നന്നായി ടീയുടെ ഹെയറിൽ ഇങ്ങനെ പിടിച്ചാക്കി. ഇപ്പൊ ഒരു ഫൈറ്റിംഗ് കഴിയേണ്ടതായിരുന്നു. പിടിച്ചു. ഓക്കെ. മലേഷ്യയിൽ നിന്ന് ഏതാ കണ്ടേ? യെസ്, നമ്മളിത് വാങ്ങി റോണലിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് അദ്വിക്കുട്ടൻ്റെ ഫ്രണ്ടിന്. ഇതെല്ലാം നമ്മൾ മലേഷ്യയിൽ നിന്ന് കണ്ട സാധനങ്ങളാട്ടോ. ദിസ് വൺ ഇതൊന്ന് ഓപ്പൺ ചെയ്തേ. എല്ലാം ഇവിടെയൊക്കെ കൊറിയൻ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഇതെങ്ങനെ സ്പെഷ്യാലിറ്റി കൂടി ഉണ്ടായിരുന്നില്ലേ മാഡം? എല്ലാ മന്തും ഇവിടെ ഒരു എഡ്യൂക്കേഷൻ ക്ലബ്ബ് എന്ന് പറഞ്ഞ കുട്ടികളുടെ ക്ലബ്ബ് ഉണ്ട്. എല്ലാ മാസവും എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള വർക്ക്ഷോപ്പ് ഉണ്ടാവും. ഓക്കെ. ലാസ്റ്റ് മന്ത് ഏപ്രിലിൽ നമ്മളൊരു 1 വീക്ക് ആർട്ട് തെറപ്പി. നമ്മളിനി ബില്ല് എടുക്കാം കേട്ടോ. എന്തൊക്കെ സാധനങ്ങൾ എടുത്തു വെച്ചു നമുക്ക് ഇങ്ങനെ നോക്കാം. ഇതിന്റെ അൺബോക്സിങ് എന്തായാലും ഉണ്ടാവില്ല. ലോഡ് സാധനമുണ്ട്. ഈ സാധനമൊക്കെ ബില്ലടിക്കാൻ തന്നെ എത്ര നേരം എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇതൊക്കെ എന്താ പറയുക, സ്കൂളിൽ കൊണ്ടുപോകുന്ന സ്നാക്സും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷെ കുട്ടികൾക്കൊക്കെ ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഓവറായിട്ട് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഓവറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ എന്തായാലും സംഭവം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കാണുന്ന സമയത്ത് പിള്ളേരല്ലേ ഉറപ്പായിട്ടും ആഗ്രഹങ്ങൾ കാണും. അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ചെന്ന് ബഹളം ഉണ്ടാക്കുന്ന സമയത്ത് അവർക്കത് പെട്ടെന്ന് സാധിച്ചു കൊടുക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാകുന്ന ആർക്കായിരിക്കും?
ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഈ എൻ്റെ ഒരു അറിവ് പ്രകാരം ഈ പിള്ളേർക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് പറ്റത്തില്ല. അപ്പം ഒന്നുകിൽ അച്ഛൻ്റെയോ അമ്മയുടെ പേരിലായിരിക്കും മേ ബി ഈ ഒരു ചാനൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ വേറെ എന്തെങ്കിലും വയലേഷൻസ് ഉണ്ടെങ്കിൽ ഈ കുട്ടികളുടെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി, അപ്പോഴേ ചാനൽ എടുത്തങ്ങ് യൂട്യൂബ് അങ്ങ് കളയും. പിന്നെ നമുക്ക് വേറെ അതിൻ്റെ പേരിൽ ഒരു ചാനൽ തുടങ്ങാനൊന്നും പറ്റത്തില്ല. ഇപ്പോഴത്തെ യൂട്യൂബിൻ്റെ നിയമം അങ്ങനെ, വൺസ് ഒരു ചാനൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് വെച്ചിട്ടോ നമ്മുടെ വോയിസ് വെച്ചിട്ടോ നമുക്ക് ഒരു ചാനൽ തുടങ്ങാൻ പറ്റത്തില്ല. അപ്പം പിള്ളേരെയൊക്കെ കൊണ്ടൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആൾക്കാരൊക്കെ കെയർഫുൾ ആയിട്ടിരിക്കുക. അപ്പം ഈ വിഷയത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഇത്രയും ഓവറായിട്ടൊക്കെ പർച്ചേസ് ചെയ്ത് ഇതൊക്കെ കാണിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? ഒരു ചോദ്യമാണ് എനിക്കുള്ളത്. ഇത് നിങ്ങളുടെ ലൈഫാണ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്ളോഗുകൾ വരാം. പക്ഷേ നിങ്ങളെ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഓഡിയൻസ് എന്ന് പറയുന്നത് പിള്ളേരാണ്. അപ്പം ബാക്കിയുള്ളവരുടെയും കൂടെ ഇമോഷൻസ് മനസ്സിലാക്കിയിട്ട് ഓരോന്ന് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഇനി നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇങ്ങനെ നോക്കാം. ഇതിൻ്റെ അൺബോക്സിങ് എന്തായാലും ഉണ്ടാവില്ല ലഡിയ, ഇത് ഓൾറെഡി എല്ലാം അറിഞ്ഞതല്ലേ. ഓക്കെ, ഇതൊരു സാധനം, ആ ന്യൂട്ടെല്ലാം എനിക്കൊന്ന് അൺബോക്സ് ചെയ്യണം. മെല്ലെ 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 മെല്ലെ, അത് ഓഫീസിലേക്ക് വാങ്ങിയ സംഭവം. ആ, ഇവിടെ അദ്ദിക്കുട്ടൻ എന്തൊക്കെ സാധനങ്ങളോ എടുത്തിടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം രണ്ട് പിള്ളേർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇത്രയും അധികം സാധനം മേടിക്കുന്നതെങ്കിൽ അത് ഭയങ്കര ഓവറാണെന്നേ ഞാൻ പറയത്തുള്ളൂ, അല്ലേ? ഇപ്പം നമ്മൾ ശരിയാണ്, ചെറിയ പ്രായത്തിൽ നമുക്ക് എല്ലാവർക്കും ഇതുപോലെയുള്ള സാധനങ്ങളും ഇതുപോലെ എല്ലാം നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ട്. ശരിയാണ്, ചെറിയ പ്രായത്തിലൊക്കെ നമുക്കായാലും ഒരുപാട് ആഗ്രഹങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കഴിക്കണമെന്നൊക്കെ എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. ആ ഒരു ക്രേവിങ് ഒക്കെ എല്ലാവർക്കും വരാറുമുണ്ട്. പക്ഷേ പലപ്പോഴും ഇവിടെ ഇതൊരു എന്താ പറയണ്ട, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഇത്തരത്തിലൊക്കെ ഉള്ള രീതിയിലൊരു സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ഇവിടെ 2-3 അഭിപ്രായങ്ങളായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങളുടെ ഓഡിയൻസിനനുസരിച്ചായിരിക്കും. അതായത് ഈ കുട്ടികളുടെ പേരൻസ് ആയിരിക്കും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇത് എപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ, ഇവർ കാരണം ഞങ്ങൾക്കൊരു സമാധാനം കിട്ടുന്നില്ല, 24 മണിക്കൂറും പിള്ളേർ TV-യുടെ മുന്നിൽ നിന്ന് മാറുന്നില്ല, ഈ ചാനൽ കാണാതെ പിള്ളേർ ഉറങ്ങുന്നില്ല, പിള്ളേരെയും കൂടെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെയുള്ള സാധനങ്ങൾ ഇതിനകത്ത് വരും. ബില്ലിംഗ് സെക്ഷനാണിത്. നമുക്ക് ക്യൂട്ടായിട്ടുള്ള 2 മാഷ്മെല്ലോ എടുത്തിട്ട് ഏതാ? അയ്യോ, ഇത് നോക്കിയേ ഗൈസ്, ക്യൂട്ടായിട്ടുള്ള ഒരു മാഷ്മെല്ലോ. നിങ്ങളിത് എടുത്തോ? ബില്ലിടുന്ന സമയത്താണ് ഇവിടെ വേറെ എന്തോ ഒരു സാധനം. ഇവിടെ അധികം ഓടിട്ടോ. അധികം എവിടെന്നാന്നറിയോ? മാഷ്മെല്ലോ എടുത്തിടാം. മമ്മയ്ക്ക് ഒരെണ്ണം എടുക്കടാ, മമ്മയ്ക്ക് ഒരെണ്ണം പ്ലീസ്. ഗൈസ്, ഇവിടെ ക്യൂട്ടി മാഷ്മെല്ലോസ് ഉണ്ട് കേട്ടോ. മമ്മയ്ക്ക് ബിഗ്. ഓ, എന്ത് ക്യൂട്ടാ. എന്തായാലും തായോ ഗൈസ്. അങ്ങനെ ബില്ല് ഇട്ടിട്ട് സെറ്റ് ആക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഇടാം. ഫൈനലി നമ്മളെല്ലാ സാധനങ്ങളും എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ശരിക്കും പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ആവശ്യത്തിൽ കൂടുതൽ കാശുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും മേ ബി പിള്ളേർക്കൊക്കെ ഇത്രയും അധികം സാധനങ്ങൾ വാങ്ങി കൊടുക്കുന്നത്. ഇത്രയും അധികം ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങേണ്ട ആവശ്യമുണ്ട് എനിക്കറിയാൻ വയ്യ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരുടെ പ്രശ്നം ഉണ്ടാക്കാതിരിക്കുന്നത്? വീട്ടിൽ ഏത് പിള്ളേർ കണ്ടാലും പ്രശ്നം ഉണ്ടാക്കും, മനസ്സിലായില്ലേ? എന്നാലും ഇതൊരു കുറ്റമായിട്ട് എടുക്കണ്ട. ഈ വിമർശനങ്ങളെല്ലാം ഒരു സോഷ്യൽ മീഡിയ ആകുമ്പോഴത്തേക്ക് വരുന്നതായിരിക്കും. നിങ്ങൾ കഴിവതും ശ്രദ്ധിക്കുക, ഓവറായിട്ട് ഈ പർച്ചേസ് ചെയ്യുന്നതൊന്നും എടുത്ത് വെച്ച് കാണിക്കാതിരിക്കും. അപ്പം ചില പിള്ളേർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് പേഴ്സണലി ഹേർട്ടാവും. ഈ പ്രായത്തിൽ ഈ ആഗ്രഹിച്ച സാധനങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ കിടന്ന് കരച്ചിലും ബഹളവും ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. ബില്ലിങ്ങിലോട്ട് പോവാം. പാക്കിംഗ്. ഓക്കെ, സ്നാക്സ് പാക്കിംഗ്. ഓക്കെ, എത്ര ബില്ല് ടിയാ? എത്ര ബില്ല് കമൻറ്റ്. ചിക്കു ആണ് കറക്റ്റ് പറയാം. എക്സാക്റ്റ് എമൗണ്ട് എത്ര ചിക്കു? എത്ര ഉണ്ടാവും? ടിയ 3. ഞാൻ പറഞ്ഞു 8. നോക്കാം. ടിയുടെ ഫൈനൽ എത്ര ആവും? ഇനി എത്രയോ എടുക്കാനുണ്ട്? ഓക്കെ, ഞാൻ പറഞ്ഞു 8. സാധാരണ ഒരു വീട്ടിലോട്ട് ഒരു മാസത്തേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് ഈ പറയുന്ന അരി അത് ഇത് ബാക്കിയുള്ള ഗ്രോസറി സാധനങ്ങൾ മേടിക്കുന്നതിന് എത്ര ഏകദേശം വരുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ പോയാലും ഒരു 3000-3500 ആ ഒരു ലെവൽ വരും. ഇത് ഈ സ്നാക്സും
ചോക്ലേറ്റ്സും ഇതെല്ലാം കൂടെ തന്നെ ഏകദേശം മോർ ദാൻ 5,000 റുപ്പീസ് സംതിങ് ബില്ല് വരുമെന്നും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ പ്രെഡിക്റ്റ് ചെയ്യുക എത്ര വരും എന്ന് ചോദിച്ചിട്ട്. എനിക്കൊന്നും ഇതിനൊന്നും പറയാനില്ല, വളരെ നല്ല കാര്യങ്ങളാണ്. അപ്പം ഇതൊക്കെ കാണുന്ന കുറേ പേരൻസ് ഉണ്ട്, ഇവർക്കൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പറയണ്ട, അവരൊക്കെ സ്വാഭാവികമായിട്ടും അവർക്കൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനം കേട്ടോ ഇത്. കാര്യം നിങ്ങൾക്കൊരു പ്രൊമോഷന്റെ ഭാഗമായിട്ടാണെങ്കിൽ ഇത്തരത്തിലൊക്കെ ഉള്ളൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് പബ്ലിക്കിൽ ഇടുന്നതിനകത്ത് ഞാൻ ഒരിക്കലും തെറ്റായിട്ടൊന്നും പറയത്തൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ അനാവശ്യമായിട്ടുള്ള ദൂർത്തടിച്ചിട്ടുള്ളൊരു ലൈഫ് പോലൊരു സാധനം പബ്ലിക്കിന്റെ ഇടയിൽ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് എത്രത്തോളം അത് എഫക്ട് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, നമുക്ക് നോക്കാം. മമ്മനെ പറ്റിച്ചാണല്ലേ? ഓക്കെ, ഇപ്പൊ എത്ര വന്നു? 5,969 ഗൈസ്. അപ്പം അമ്മ പറഞ്ഞ തെറ്റും, അമ്മ 8,000 എന്ന് പറഞ്ഞാണ്, പക്ഷെ 6,168. അതിപ്പോ നീ പറയണോ? ഓക്കെ, സോ ഗൈസ് 6,400 ഇപ്പൊ 600. ഈ ഒരു പ്രായത്തിലൊക്കെ പിള്ളേർക്ക് ഇങ്ങനെ ഓവറായിട്ട് കൊടുത്ത് ശീലിപ്പിച്ച് കഴിഞ്ഞാൽ അത് എന്തായിരിക്കും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് ഞാൻ പറയാതെ തന്നെ നല്ലൊരു പേരൻസിന് അത് മനസ്സിലാക്കാന്നേ ഉള്ളൂ. എന്തായാലും ഞാനിവിടെ കുറച്ച് വോയിസ് ഇവിടെ ഞാൻ കേൾപ്പിക്കാം. അതായത് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുന്ന ഒരു ലേഡിയുടെ ഒരു വോയിസ് ആണ്. അതായത് അവരുടെ കൺസേൺ ആണ്, അവരുടെ വീട്ടിലും ഇതുപോലെ പിള്ളേരൊക്കെ ഈ വീഡിയോസ് ഒക്കെ കണ്ടതിന് ശേഷം അവർക്കുണ്ടാവുന്ന ഒരു മാനസിക ബുദ്ധിമുട്ടിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നല്ല വോയിസ് കേൾക്കാം. അതായത് എന്നിട്ട് ഈ കുട്ടി എന്തോ ഒരു വ്ളോഗ് കണ്ടിട്ട് അവിടുന്ന് എന്തോ സാധനം വേണമെന്ന് പറഞ്ഞിട്ട് വന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്കതൊന്നും മേടിച്ചു കൊടുക്കാനുള്ള അവരെ പോലെ റിച്ചും അല്ല, നമ്മൾ റിച്ച് ആണെങ്കിൽ തന്നെ നമ്മളത് മേടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കുട്ടികളുടെ എന്താ പറയുക, മാനസികാരോഗ്യത്തിനെ തന്നെ തളർത്തുന്ന രീതിയിലാണ് ഇവരുടെ ഓരോ വീഡിയോസും വ്ളോഗ്സും. തീർച്ചയായിട്ടും ഞാനത് യോജിക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഓവറായിട്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് അത് കാണിക്കുന്ന സമയത്ത് പിള്ളേരുടെ മനസ്സ് ഭയങ്കര, അവർ കൊച്ചു പിള്ളേരല്ലേ, അവർക്ക് ഇതൊക്കെ ശരിക്കും താങ്ങാൻ പറ്റത്തില്ല. അയ്യോ ഞങ്ങൾക്ക് എന്താ വാങ്ങിത്തരാതെ, ഞങ്ങളെന്തോ ഇങ്ങനെ വളർത്തുന്നത് എന്നൊക്കെയുള്ളൊരു ചിന്താഗതി ഇവരുടെയൊക്കെ ഉള്ളിൽ വരും. അതിപ്പോൾ ഒരിക്കലും അതൊരു തെറ്റല്ല, അത് ഏത് കുട്ടികൾക്കും തോന്നുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കഴിവത് ഇത്തരത്തിലൊക്കെയുള്ള ഷോപ്പിങ്ങും ഇങ്ങനെയൊക്കെ നടത്തുന്ന സമയത്ത് നിങ്ങൾ ഇതൊക്കെ പബ്ലിക്കിൽ കൊണ്ടുവന്ന് കാണിക്കാതിരിക്കും. ഇത് വാങ്ങിച്ച് പിള്ളേർക്ക് കൊടുക്കണമെങ്കിൽ പേഴ്സണലി വാങ്ങിച്ചു കൊടുക്കുക, കാര്യം നല്ലത്. ഒരു മനുഷ്യനും ഇതുവരെ യൂട്യൂബിൽ പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്യില്ല. ഇങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെയാണ് മുമ്പിലേക്ക് കൊണ്ടുവരേണ്ടത്. അതായത് സാധാരണക്കാരായ കുഞ്ഞു മക്കള്, ഇന്ന് ആരാണെങ്കിലും എല്ലാവർക്കും വീട്ടിൽ അച്ഛൻ്റെയോ അമ്മയുടെ കയ്യിലോ ഒരു എന്ത് ഒരു കൂലിപ്പണിക്ക് പോണ ആൾക്കാരാണെങ്കിലും എല്ലാവർക്കും വീഡിയോ കാണാൻ ഇൻട്രസ്റ്റാ, കുഞ്ഞു മക്കളുടെ അല്ലേ? അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഈ കാണുന്നത് കുഞ്ഞു മക്കൾ കണ്ട ടീയക്കുട്ടി പറഞ്ഞ് കാണുക. ഈ ടീയക്കുട്ടിയുടെ വീഡിയോയിൽ എന്താ കാണുന്നത്? ഇങ്ങനെ സ്വപ്നതുല്യമായ കുറേ സാധനങ്ങൾ കണ്ട് ഈ പൊന്നു മക്കൾ ഇത് കണ്ട് കൊതിക്കുകയാണ് ചെയ്യണത്. അതിപ്പോൾ എനിക്കിപ്പോൾ എവിടെയെങ്കിലും വന്ന് ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് പറയണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അത് റീച്ച് കിട്ടും. സത്യമാണ്. കാര്യം പിള്ളേരിത് കാണുന്ന സമയത്ത് അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുകയും ഭയങ്കര രീതിയിൽ പാരൻസിനെ ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്യും. അപ്പം ഇത്തരത്തിലൊക്കെയുള്ള ഈ പരിപാടികളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് നിങ്ങൾ കുട്ടികളുടെ വ്ളോഗ് എടുക്കുക, ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണിക്കുക, അതൊക്കെ നല്ലതാണ്. പക്ഷേ ഇത് എല്ലാ പിള്ളേരും സത്യം പറഞ്ഞാൽ ഇത് കാണുന്ന മെജോറിറ്റി ഉള്ള പിള്ളേർ, അതായത് ഞാൻ ഒരിക്കലും എന്തോ പറയണ്ട പകുതി പിള്ളേരെ ഇങ്ങനെ ചിന്തിക്കും, ബാക്കിയുള്ള പിള്ളേർ അങ്ങനെ ചിന്തിക്കും, അങ്ങനൊന്നും ഞാൻ പറയത്തൊന്നുമില്ല. പകുതി പിള്ളേർ മെജോറിറ്റി പിള്ളേർ തീർച്ചയായിട്ടും അവർക്ക് ഇത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം തന്നെയാണിത്. ഇതിപ്പോൾ ഒരു ലേഡിയുടെ വോയിസ് മാത്രമാണ്, ഇങ്ങനെ ഒരുപാട് പേര് മേ ബി റിയാക്ട് ചെയ്യാതിരിക്കുന്നുണ്ടായിരിക്കാം. പല ആൾക്കാരും ഇനി റിയാക്ട് ചെയ്ത് മേ ബി രംഗത്തും വരുമായിരിക്കാം. പല ആൾക്കാർക്കും പറയാൻ ഒരു പ്ലാറ്റ്ഫോം ഇല്ലാത്തതിൻ്റെ പേരിലും മിണ്ടാതിരിക്കുന്നതായിരിക്കാം. പല വീടുകളിൽ എന്തെല്ലാം ചിലപ്പം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് ഈ മൊബൈൽ മേടിച്ചു കൊടുത്തില്ലെന്നും പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നതും ഈ പിള്ളേർ അച്ഛൻ്റെയും അമ്മയുടെയും കാണിക്കുന്ന ക്രൂരതകൾ ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പം കഴിവതും ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത്തരത്തിലൊക്കെയുള്ള പരിപാടികളൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതായത് ബാക്കിയുള്ള പിള്ളേരുടെ ഇമോഷൻസും കൂടി മനസ്സിലാക്കണം. ഇപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു ചിന്ത കാണും, ഞങ്ങളുടെ കാശുണ്ട്, ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാനും ബാക്കിയുള്ളവർ ഇല്ലാത്തത് ഞങ്ങൾക്ക് എന്താ വേണം, ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആ ഒരു മെന്റാലിറ്റി അല്ല ഇവിടെ എടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് മെസ്സേജ് ചെയ്തത്.
ആ ചാനലിനെ കുറിച്ചിട്ട് ഒന്ന് നന്നായിട്ട്, ഇപ്പം ഞാൻ പറഞ്ഞ ആ ചാനൽ ടിയ കുട്ടി ചാത്തൻകുളം എന്ന് പറഞ്ഞ ഒരു ചാനലിനെ കുറിച്ചിട്ട് ഒന്ന് നന്നായിട്ട് നോക്കും. അപ്പം ഞാൻ പറഞ്ഞത് എന്താണോ എന്നുള്ളത് മനസ്സിലാവും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വീഡിയോ ചെയ്തോട്ടെ, വീഡിയോ ചെയ്യണോണ്ട് നമുക്ക് ആർക്കും കുഴപ്പമില്ല, നമ്മൾ എൻജോയ് ചെയ്യും. ഇപ്പോൾ ഈവൻ നമ്മളെല്ലാവരും എല്ലാ വീഡിയോസും കാണുന്നതാണ്. എല്ലാത്തരം വീഡിയോസും നമുക്ക് താല്പര്യമുള്ള പലതും ഉണ്ടാവില്ലേ. ഇപ്പം എനിക്കിഷ്ടമുള്ള വീഡിയോസ് മാത്രമല്ലല്ലോ യൂട്യൂബിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ ഫർദർ ഫേസ്ബുക്കിൽ ഉണ്ടാവുക, അങ്ങനത്തെ ഒന്നും ഇല്ല. എല്ലാവർക്കും അവരവരുടെ കോണ്ടന്റ് എന്തായാലും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓരോന്ന് ചെയ്യും. അതൊന്നും നമുക്ക് എവിടെയും പിടിച്ചെടുക്കാനോ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുഞ്ഞു മക്കളുടെ ആഗ്രഹങ്ങളെയാണ് കൂട്ടുന്നത്. അത് വേറെ ആരുമില്ല. എനിക്ക് എൻ്റെ മകള് 7 വയസ്സായ മകൾക്ക് എനിക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റില്ല. ഈ സ്ത്രീ മേടിച്ചു കൊടുക്കുന്ന സാധനങ്ങളോ ഇവരെ ഫാമിലിയിൽ മേടിച്ചു കൊടുക്കുന്ന ഇതൊക്കെ ഇവർക്ക് പ്രൊമോഷനായിട്ട് കിട്ടുന്ന പല സംഭവങ്ങളും ഉണ്ടാവും. പ്രൊമോഷൻ വീഡിയോസ് ആയിരിക്കാം ഒരു പക്ഷേ, എല്ലാം പ്രൊമോഷൻ വീഡിയോസ് ആയിരിക്കാം. ഇതൊന്നും സാധ്യമല്ല. ആ സ്നാക്സ് മേടിച്ചതും ആ ചോക്ലേറ്റ്സ് ഒക്കെ പ്രൊമോഷൻ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു ബാഗിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അത് പ്രൊമോഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിനകത്ത് പറയുന്നുണ്ട് എനിക്കൊരിക്കലും വാങ്ങിക്കൊടുക്കാനായിട്ട് പറ്റത്തില്ല, അവർ വാങ്ങിക്കൊടുക്കുന്നതാണ്. ഇതാണ് പലരുടെയും പ്രശ്നം. പല പേരൻസും മേ ബി ഈ ഒരു വിഷയം കാരണം നല്ല രീതിയിൽ മാനസിക ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടായിരിക്കാം. അപ്പം അതിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടി മാക്സിമം, അതായത് നിങ്ങളെയൊക്കെ കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാക്സിമം അവരുടെ അടുത്ത് പോയി കമൻറ്റ് ഇടുക. കമൻറ്റ് ഇട്ടിട്ട് നിങ്ങളുടെയൊക്കെ ആ ഒരു പ്രശ്നങ്ങൾ പറയുക. അതായത് നിങ്ങളിങ്ങനെ കാണിക്കുന്നത് കാരണം ഞങ്ങൾക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്ന് പറയുക. ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ ഒരു മാനസികാവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ. എനിക്ക് ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തന്നെ വല്ലാണ്ട് ഈ ഒരു കാര്യം കണ്ടപ്പോഴേ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നേ. നമ്മുടെ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത്, പുള്ളിക്കാരൻ ഇത് കണക്ക് ഈ സ്കൂൾ തുറക്കുവാണ്. അപ്പോൾ ഈ ഒരുപാട് പാവപ്പെട്ട കുട്ടികളുണ്ടല്ലോ, അവർക്കൊക്കെ ബാഗുകളൊക്കെ മേടിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പം ആ പൈസ മാക്സിമം കളക്ട് ചെയ്ത് കുട്ടികൾക്കൊക്കെ ബാഗ് മേടിച്ച് കൊടുക്കാനായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ട് ഓടുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കുട്ടികളുണ്ട് നമ്മുടെ ഈ കേരളത്തിൽ തന്നെ. വളരെ പാവപ്പെട്ട വീട്ടിൽ എങ്ങനെ സ്കൂളിൽ തുറക്കുമ്പം എങ്ങനെ സ്കൂളിൽ പോകും, നല്ലൊരു ഉടുപ്പ് എങ്ങനെ ഇടും, അല്ലെങ്കിൽ നല്ലൊരു ബാഗ് എങ്ങനെ മേടിക്കും, ഇതൊക്കെ ആഗ്രഹങ്ങളുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പം അവരുടെ എല്ലാവരുടെയും ഇമോഷൻസ് വെച്ച് കളിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബെറ്റർ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ മേടിക്കാൻ നിങ്ങൾ കേപ്പബിൾ ആണെങ്കിൽ നിങ്ങൾ കുറച്ച് സംഭവങ്ങളൊക്കെ കുറച്ച് പാവപ്പെട്ട കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇത്രയും കൂടെ കളർഫുൾ ആവത്തേ ഉള്ളൂ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒന്നും കൂടി കൂടത്തതേ ഉള്ളൂ. എന്നാൽ ഇപ്പം ചോദിക്കും നിൻ്റെയൊക്കെ കയ്യിൽ നീയൊക്കെ കൊണ്ടു കൊടുക്കുന്നു, നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ പബ്ലിക്കിൽ കൊണ്ടുവന്ന് കാണിക്കുന്ന ഒരു ചാരിറ്റി ചാനലല്ല ഇത്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് അത് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെയും അത്യാവശ്യം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ചിലവാക്കിയുടെ കേൾക്കാം. ഒന്നുമില്ലെങ്കിൽ അവർ നിർത്തി പോവുക, അല്ലെങ്കിൽ അവിടെ മിണ്ടാണ്ടിരിക്കുക. ഹേർട്ട് ചെയ്ത ഭാഗമൊന്നുമില്ല ഷെഫീന, എല്ലാം ഹേർട്ട് ചെയ്യുന്ന രീതിയിലാണ്. അത് ഹേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മളെ അങ്ങനെ ഹേർട്ട് ചെയ്യണത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അവർ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അവർ ഫുള്ള് ഷോപ്പിങ് സംഭവങ്ങൾ. ഇപ്പോൾ എനിക്ക് എങ്ങനെ പറഞ്ഞു തരാമെന്ന് എനിക്കറിയില്ല. ഇപ്പം നമ്മൾ സാധാ കുഞ്ഞു മക്കളൊക്കെ ഇത് കാണുമ്പോൾ യോ ടീ അത് മേടിച്ചു, ടീ കുട്ടി അത് മേടിച്ചു, കുട്ടി ഇത് മേടിച്ചു. അപ്പം നമുക്ക് മനസ്സിലാവുണ്ടോ ഞാൻ പറയണത്? എനിക്കറിയില്ല ഇതെങ്ങനെ. കുഞ്ഞ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 7 വയസ്സായ എൻ്റെ മോളുടെ മൈൻഡിൽ ആ കുട്ടി രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അല്ലാത്ത സമയത്ത് അവൾ ഈ ഫോൺ വെച്ചിട്ട് എന്തെങ്കിലും വീഡിയോസ് കുറച്ച് നേരം കാണും. ആ സമയത്ത് ഇവള് കാണുന്ന വീഡിയോസ് ഫുള്ള് ഈ ടിയ ആ ചലയ്ക്കുന്നതാണ് ഇവിടെ എല്ലാ സമയത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവരോട് നമുക്ക് നമ്മളാരും ഒന്നുമല്ല കേട്ടോ, നമ്മള് പേഴ്സണലി ഇവരെ കുറിച്ച് ഒന്നുമല്ല. നമ്മൾ സാധാ നോർമൽ ഹ്യൂമൻ ബീങ്സ് ആണ്. നമുക്ക് ഇവരെ കുറിച്ചോ നമുക്കൊന്നും അറിയില്ല. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഷെഫീനോട് പറഞ്ഞെന്ന്. ഓക്കെ, അപ്പം ഇതാണ് ആ വോയിസ്. അപ്പം ഈ വോയിസിൽ പറയുന്നത് പോലെ ആയിരിക്കാം മേ ബി ഒരുപാട് പേരൻസിനും റിയാക്ട് ചെയ്യാനായിട്ടുള്ളത്. അവരൊന്നും മേ ബി രംഗത്ത് വന്നിട്ടില്ല. എന്തായാലും ഞാനിവിടെ ഒരു വീഡിയോ കൂടെ കാണിക്കാം, ഒരു ബാഗിൻ്റെ ഒരു വീഡിയോ. അത് മേ ബി എനിക്ക് തോന്നുന്നത് പ്രൊമോഷൻ ആയിരിക്കാനായിരിക്കും ചാൻസ്. അല്ല അതായത് ഇത്രയും ബാഗുകൾ ഇങ്ങനെ വാങ്ങി കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സ്പെയർ ബാഗ് ഉൾപ്പെടെ വാങ്ങിയിട്ടുണ്ട്. 2 കുട്ടികൾക്ക് എന്തിനാണ് ഇത്രയധികം ബാഗ് എന്ന് എനിക്ക് മനസ്സിലാവില്ല. എന്തായാലും നോക്കാമെന്ന് വേണം. ഈ 3 ബാഗ്സാ വാങ്ങിയത്. ആ ബാഗിൻ്റെ ഉള്ളിൽ ബാഗുകളാട്ടോ. കാരണം നമ്മളിത് 1 ഇയർ ഒരു 1 ഇയറിന് വേണ്ടിയിട്ടുള്ളൊരു അൺബോക്സിങ് ആണ്. അപ്പോൾ ടീ കുട്ടിയുടെ ഫൈനൽ സ്കൂൾ. ടീ കുട്ടിക്ക് എവിടെ നിന്ന് എടുത്താലും ശരിയാവില്ല ഗൈസ്, അവൾക്ക് യജുമാർട്ടിൽ എടുത്താൽ മാത്രമേ ശരിയാവും. യജുമാർട്ട് അതൊരു പ്രൊമോഷനാണ്, മനസ്സിലായില്ല? അതുകൊണ്ട് ആ ഒരു പേര് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ഈ സാധനങ്ങളെല്ലാം കൂടുതലായിട്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? പക്ഷേ നേരത്തെ നടത്തിയ ഷോപ്പിംഗ് പ്രൊമോഷൻ്റെ ഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കത്തില്ല.
സോ ഫസ്റ്റ് നമുക്ക് ഇതിനൊക്കെ അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് പ്രൈസ് ഉണ്ട് കേട്ടോ. ഈ ബാഗ്സിനെല്ലാം 3 സംതിങ് വരുന്ന സംഭവം 1899 രൂപയാണ് ജീനിയുടെ ബാഗ്സ് വരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ടീക്കുട്ടിയുടെ ബാഗാണ് ഒരു മിനിറ്റ്. ഓക്കെ, ഈ ഒരു ബാഗായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനുള്ളിൽ എന്തൊക്കെ സാധനങ്ങൾ വരുന്നത്? ഓക്കെ, നല്ല കുട്ടിന് ഓൾറെഡി ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ബാഗാണ്, കാരണം നമുക്ക് എന്തായാലും ആവശ്യം വരും കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് പുറത്തോട്ടിടാം. എല്ലാ സാധനം കറക്റ്റ് ഓർഗനൈസ് ചെയ്ത് വെച്ച് തരും. അതാണ് എജുമാർട്ടിന്റെ വേറെ ബാഗാണ്. ഇങ്ങനൊക്കെ പ്രൊമോഷൻ ചെയ്ത് ഈ കിട്ടുന്ന സാധനങ്ങളൊക്കെ കുറച്ച് ചെറിയ പിള്ളേർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. അതായത് ഇത് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരില്ലേ, അവർക്ക് ഈ പൈസ കാരണം മേടിച്ച് കൊടുക്കാനൊന്നും പറ്റാത്ത ഒരുപാട് പേര് കാണും. മേ ബി നിങ്ങളുടെയൊക്കെ കമന്റ് ബോക്സ് ഒക്കെ തപ്പിക്കഴിഞ്ഞാൽ മേ ബി കിട്ടാന്നേ ഉള്ള ആൾക്കാരൊക്കെ. അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഉപകാരപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വെറുതെ ഇത്രയും ബാഗുകളുടെ ആവശ്യമില്ല നിങ്ങളെ സംബന്ധിച്ച്. കാര്യം 5000-6000 രൂപയ്ക്ക് സ്നാക്സ് മേടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് കുറച്ച് ബാഗുകൾ എടുത്ത് കൊടുക്കുന്നതിനകത്ത് വലിയ വിഷയം വരുമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോഴൊരു സ്പെയർ ബാഗ്, ഈ ഒരു കുഞ്ഞു ബാഗ് തീക്കുട്ടി സ്പെയർ ആയിട്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇല്ല, നമുക്ക് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞാൽ നിമിഷം എനിക്ക് ഇവിടുന്ന് പാലക്കാട് പെട്ടെന്ന് പോകാൻ പറ്റില്ല. ഇപ്പൊ ബാഗിന്റെ സെക്ഷൻ എല്ലാം ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു. 1 2 3 3 ബാഗ്സ്. ഇനി അടുത്തത് ലഞ്ച് കിറ്റ്സ് പരിചയപ്പെടുകയാണ്. നമ്മൾ ഇനി ഞാൻ കൂടുതലായിട്ട് പരിചയപ്പെടുത്തുന്നില്ല. ഒരു ലോഡ് സാധനങ്ങളുണ്ട്. അപ്പം ഇവരുടെ വീഡിയോ കണ്ടിട്ട് എൻ്റെ അതേ അഭിപ്രായമാണോ നിങ്ങൾക്ക് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. കാര്യം എൻ്റെ അതേ അഭിപ്രായം വരാനായിട്ട് ചാൻസ് ഇല്ല. കുറേ പേര് മേ ബി എതിർക്കാനും കാണുമോ, ഇനി അവരെയും കൂടെ പിടിക്കുമായിരിക്കും, അവരെങ്ങനെയും ജീവിച്ചു പോട്ടെ, കുട്ടികളല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ വരും. ഞാനിവിടെ ബാക്കിയുള്ളത്, അതായത് ഇവർ മാത്രമല്ല കുട്ടികൾ, ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇവരുടെ വീഡിയോസ് സത്യം പറഞ്ഞാൽ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ വ്യൂ ചെയ്യുന്നതുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ കുട്ടികളുടെയും നമ്മൾ ഇമോഷൻസ് നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.